അബ്സല്യൂട്ട് എക്സ്ട്രീമ. അബ്സല്യൂട്ട് എക്സ്ട്രീമയിൽ ഫസ്റ്റ് ചെയ്യുക ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. അതായത് ആ ഒരു ഇന്റീരിയർ റീജിയനിൽ വരുന്നിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്യണം? എല്ലാ ബൗണ്ടറി പോയിന്റ്സും കണ്ടുപിടിക്കണം, എവിടെയൊക്കെയാണ് അബ്സല്യൂട്ട് എക്സ്ട്രീമ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്ന്. പിന്നെ ഇവാലുവേറ്റ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് ദ പോയിന്റ്സ് ഒബ്റ്റൈൻഡ് ഇൻ ദ പ്രിസീഡിങ് സ്റ്റെപ്സ്. അതായത് ബൗണ്ടറി പോയിന്റ്സും ക്രിട്ടിക്കൽ പോയിന്റ്സും ഒക്കെ വെച്ചിട്ടുള്ള എക്സ്ട്രീമ ഒക്കെ എന്ത് ചെയ്യുക, ഇതാക്കുക, കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ ലാർജസ്റ്റ് ഓഫ് വാല്യൂ അതാണ് എന്ത് അബ്സല്യൂട്ട് മാക്സിമ. സ്മോളസ്റ്റ് വാല്യൂ ആണെങ്കിൽ അത് അബ്സല്യൂട്ട് മിനിമം ആണ്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാം നമുക്ക്. Find the absolute maximum and minimum values of f of xy is equal to 2 plus 2x plus 2y minus x square minus y square on the triangular region. In the first quadrant, bounded by the lines x equal to 0, y equal to 0, and y is equal to 9 minus x. Okay, നമുക്ക് ആദ്യം റീജിയൻ കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏതാണ്? ഇതല്ലേ, y ആക്സിസ് ആണ്. y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസ്. ഇനി എന്താണ്? y ഈക്വൽ ടു 9 മൈനസ് എക്സ്. ഓക്കെ, ഇതിൽ ഞാൻ ആദ്യം y ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് 9 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് 9 ഈക്വൽ ടു എക്സ്. അപ്പൊ എന്താണ് പോയിന്റ്? 9,0 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ഞാൻ എക്സിന് 0 കൊടുത്തു നോക്കിയേ, അപ്പൊ y ഈക്വൽ ടു 9 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എന്താണ്? 0,9 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് 0,9, ഇത് 90, ഇത് തമ്മിൽ ചേർന്നിട്ടുള്ള ലൈനാണ്. ഓക്കെ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2x പ്ലസ് 2y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആദ്യം എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇന്റീരിയർ വരുന്നത് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യുക? എഫ് എക്സ് ഓഫ് എക്സ് വൈ, മറ്റേതിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ. ഓക്കെ, എഫ് എക്സ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 2ന്റെ ഡെറിവേറ്റീവ് 0, 2xന്റെ 2 പ്ലസ് 2yയുടെ 0 മൈനസ് എക്സ് സ്ക്വയറിന്റെ എന്താണ്? മൈനസ് 2x. ദാറ്റ് ഈസ് 2 മൈനസ് 2x. ഈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താ ചെയ്യാറ്? 0. അതായത് 2 ഔട്ട്സൈഡ് എടുത്താൽ 1 മൈനസ് എക്സ് ഈക്വൽ ടു 0. അതായത് 1 മൈനസ് എക്സ് ഈക്വൽ ടു 0. 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 1 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എഫ് വൈ ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2yയുടെ ഡെറിവേറ്റീവ് 2, പിന്നെന്താണ്? 2y സ്ക്വയർ, സോറി, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2y. സെയിം തന്നെയല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ 1 മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. 1 ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയില്ലേ? അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് 1 1. അപ്പൊ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ബൗണ്ടറി പോയിന്റ്സ് കണ്ടുപിടിക്കണം. ബൗണ്ടറി പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇത് ഒ, എ, ബി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഒ എ ആണ് കണ്ടുപിടിക്കുന്നത്. ഒ എയിൽ വൈയുടെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? ബൗണ്ടറി പോയിന്റ്സ് ഒ എ, വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 പ്ലസ് 2x, പിന്നെ പ്ലസ് 2yയിൽ 0 പോവും, മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എഫ് എക്സ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്താ വരിക? 2 മൈനസ് 2x ഈക്വൽ ടു 0. നേരത്തെ ചെയ്ത തന്നെയല്ലേ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പോയിന്റ് എന്താണ്? സോറി, എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 0, അതായത് 1 0 എന്ന് പറഞ്ഞിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ബൗണ്ടറിയിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണിത്. ഓക്കെ, മറ്റേത് ഇന്റീരിയറിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, ഇത് ബൗണ്ടറിയിലെ ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, ഒ എ കഴിഞ്ഞു. ഇനി അതുപോലെ എന്താണ്? ഓൺ ഒ ബി ആണ് എടുക്കാൻ പോകുന്നത് ഞാന്. ഒ ബി നോക്കിയേ, ഒ ബി എന്താണ്? എക്സ് ഈക്വൽ ടു 0 ആണ് അല്ലെ? എക്സ് ഈക്വൽ ടു 0. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് വൈ എഴുതുക. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാല് ആദ്യത്തെ ടേം 2 പ്ലസ് 2y മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ എഫ് വൈ ഓഫ് എക്സ് കോമ വൈ ചെയ്യാം. ഇത് കിട്ടും 2 മൈനസ് 2y ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാ കിട്ടുക?
y ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്താ? ഇവിടെ എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1 എന്നാണ് കിട്ടിയത്. അപ്പൊ ഇത് കിട്ടി. ഇനി ഓൺ എന്താണ് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. എ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് നോക്കിയേ, 9009 ആണ് അല്ലെ. 9009 എന്നാണ് നമുക്ക് വാല്യൂ വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് y മൈനസ് y1 divided by y2 minus y1 is equal to x minus x1 divided by x2 minus x1. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തെന്ന് വരും ഇവിടെ? y മൈനസ് ഇത് എന്ത് ചെയ്യാ? x1 y1 x2 y2. ഓക്കെ, അപ്പോ ഇവിടെ വേണമെങ്കിൽ അത് എഴുതിയേക്കാം. സ്ട്രെയിറ്റ് ലൈൻ joining 90 and 09. Okay, so y minus 0 divided by 9 minus 0 equal to x minus 9 divided by 0 minus 9. Okay, അപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? y by 9 equal to x minus 9 by minus 9. ഈ 9 കട്ട് ചെയ്യാലോ. അപ്പൊ y is equal to എന്തെന്ന് കിട്ടും? മൈനസ് ഓഫ് എക്സ് മൈനസ് 9 എന്ന് കിട്ടും. അപ്പൊ y is equal to എന്തെന്ന്? ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ 9 മൈനസ് എക്സ് എന്നാവും. തിരിയില്ലേ? അപ്പൊ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്നാണ് ഇപ്പോൾ ഉള്ള ഇക്വേഷൻ? 2 പ്ലസ് 2x പ്ലസ് 2y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. വൈയുടെ വാല്യൂ എന്താ? 9 മൈനസ് എക്സ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു 9 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 9 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. That is 2 plus 2x plus 18 minus 2x minus x square minus 9 plus, ഇത് എക്സ്പാൻഡ് ചെയ്യണല്ലേ, 9 square minus 2 into 9 into x plus x square എന്ന് വരും. That is 2 plus 18 20 എന്ന് വരും. Plus 2x minus 2x get cancelled. 20 minus x square minus 81 plus 18x minus x square. That is minus 61 plus 18x minus 2x square എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എഫ് എക്സ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. കാരണം എക്സിലല്ലേ ഇക്വേഷൻ. -61ന്റെ 0 വരും. ഇനി എന്തെന്ന് വരും? 18 മൈനസ് 2 ഇൻറ്റു 2x. ദാറ്റ് ഈസ് 18 മൈനസ് 4x എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് 18 ഈക്വൽ ടു 4x ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 18/4 ഇസ് ഈക്വൽ ടു 9/2 എന്ന് കിട്ടും. ഇനി y ഈസ് ഈക്വൽ ടു എന്തെന്നാ വരിക? 9 മൈനസ് എക്സ് അല്ലേ y. അപ്പൊ 9 മൈനസ് 9/2 ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 9/2 തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും കിട്ടിയില്ലേ? അതിന്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് എക്സ് കോമ വൈ, നിങ്ങളുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്താണ്? 2 പ്ലസ് 2x പ്ലസ് 2y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ? ഫംഗ്ഷൻ. ഇനി ഓരോ പോയിന്റ്സ്. ഫസ്റ്റത്തെ ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് was 1 1 അല്ലേ? ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് was 1 1. ഓക്കെ, 1 1. അപ്പൊ 1 1 ഈ വാല്യൂ അപ്ലൈ ചെയ്ത 2 പ്ലസ് 2 4 പ്ലസ് 2 6 6 മൈനസ് 1 5 5 മൈനസ് 1 4. 1 1 വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് പോയിന്റ്
1 1 കഴിഞ്ഞ് നെക്സ്റ്റ് പോയിന്റ് വന്നത് 1 0 പിന്നെ 0 1 1 0 0 1 പിന്നെന്താണ് പിന്നെ 9/2 9/2 അല്ലേ? അപ്പൊ നമുക്ക് ഇത് 1 കൊടുത്ത എക്സിന് 1 2 മൈനസ് 1 2 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാല് 1 പിന്നെ പ്ലസ് 2 3 അടുത്തത് 0,1 അതായത് വൈക്ക് 1 2 മൈനസ് 1 പ്ലസ് 3 തന്നെ. ഇനി 9/2 9/2 ചെയ്യുമ്പോൾ -41/2. ഇത് പോരാതെ എല്ലാ ബൗണ്ടറി പോയിന്റ്സും എഴുതണം. ആ ട്രയാങ്കിൾ റീജിയന്റെ ബൗണ്ടറി പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇത് അല്ലേ, 0 0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഇനി ഈ പോയിന്റ് ഏതാണ്? 0 9. അതുപോലെ ഇവിടെ എന്താണ്? 9 0. ആ 3 പോയിന്റ്സിന്റെയും കൂടി കാണണം വാല്യൂ. ഓക്കെ, നമ്മൾ ആ ഇന്റീരിയർ ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് ഈ ബൗണ്ടറി പോയിന്റ്സിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞാലും അതിൽ നമ്മൾ എഴുതിയിട്ടില്ല എന്ന് എടുത്തിട്ട്. ഓക്കെ, ആ ബൗണ്ടറി പോയിന്റ്സിന്റെ ഉള്ളിലെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി നമ്മുടെ കറക്റ്റ് ബൗണ്ടറി പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് 0 0 0 9 അതുപോലെ തന്നെ എന്താണ് 9 0 അല്ലേ? 0 0 കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. 0 9 0 9 അതുപോലെ 9 0 വരുന്ന വാല്യൂ -61 ആണ്. ഇതില് ലാർജസ്റ്റ് വാല്യൂ ഏതാ? 4 അല്ലേ? ഇനി ലോവസ്റ്റ് വാല്യൂ ഏതാ? ലോവസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -61 അല്ലേ? അപ്പോ അബ്സല്യൂട്ട് മാക്സിമം occur at മാക്സിമം വാല്യൂ എവിടെയാണോ അവിടെയാണ് ഒക്കർ ചെയ്യുക, അതായത് 1 1. അതുപോലെ അബ്സല്യൂട്ട് മിനിമം occur at -61 വന്നത് ഏതിലാ? 0 9 9 0. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് അബ്സല്യൂട്ടിന്റെ ഇത് കണ്ടുപിടിക്കുക. ആദ്യം എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക ആ ഒരു ഇക്വേഷനിൽ. പിന്നെ ബൗണ്ടറി പോയിന്റ്സ് എല്ലാതും കണ്ടുപിടിക്കുക. അതായത് ബൗണ്ടറിയിൽ വരുന്ന ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓരോ ലൈനൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ ബൗണ്ടറി പോയിന്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എല്ലാത്തിന്റെ f(x,y) വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് ഏറ്റവും ലാർജസ്റ്റ് വരുന്നത് അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും ലോവസ്റ്റ് വരുന്നത് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ.